ഭോപ്പാലിൽ നിന്നുള്ള നേഹ ബംഗ്ലാദേശിൽ നിന്നുള്ള അബ്ദുൾ ആണെന്ന് തെളിഞ്ഞതോടെ പോലീസ് ഞെട്ടി. അബ്ദുൾ കലാം 10-ാം വയസ്സിൽ ഇന്ത്യയിലെത്തി. 2 പതിറ്റാണ്ട് മുംബൈയിൽ ചിലവഴിച്ച ശേഷം ഭോപ്പാലിലെ ബുദ്വാര പ്രദേശത്തേക്ക് താമസം മാറി. അവിടെ വെച്ച് അദ്ദേഹം നേഹ എന്ന പേരിൽ ഒരു ട്രാൻസ്ജെൻഡർ എന്ന വ്യാജ ഐഡന്റിറ്റി സ്ഥാപിച്ചതായി റിപ്പോർട്ടുണ്ട്. നേഹ എന്ന ട്രാൻസ്ജെൻഡർ സ്ത്രീയുടെ വ്യാജ ഐഡന്റിറ്റിയിൽ 8 വർഷമായി നഗരത്തിൽ താമസിച്ചിരുന്ന ബംഗ്ലാദേശ് പൗരനായ അബ്ദുൾ കലാമിനെ ഭോപ്പാൽ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് നിയമവിരുദ്ധ കുടിയേറ്റ തിരിച്ചറിയൽ തട്ടിപ്പ് പദ്ധതി കണ്ടെത്തി. 10 വയസ്സുള്ളപ്പോൾ കലാം ഇന്ത്യയിൽ പ്രവേശിച്ചു. 2 പതിറ്റാണ്ട് മുംബൈയിൽ താമസിച്ചു. അതിനുശേഷം ഭോപ്പാലിലെ ബുദ്വാര പ്രദേശത്തേക്ക് താമസം മാറി. തുടർന്ന് അദ്ദേഹം ഒരു ട്രാൻസ്ജെൻഡർ വ്യക്തിയായി വ്യാജമായ ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി. എന്നിട്ട് പ്രാദേശിക ഹിജ്റ സമൂഹവുമായി ചേർന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. പ്രാദേശിക ഏജന്റുമാർ വഴി ലഭിച്ച വ്യാജരേഖകൾ ഉപയോഗിച്ച് അയാൾ ആധാർ കാർഡ്, റേഷൻ കാർഡ്, ഇന്ത്യൻ പാസ്പോർട്ട് എന്നിവയെല്ലാം നേടിയെടുത്തു. നേഹ എന്നറിയപ്പെടുന്ന കലാം ബുദ്വാരയിലെ താമസ സ്ഥലങ്ങൾ ഇടയ്ക്കിടെ മാറുകയും വ്യാജ പാസ്പോർട്ടിൽ വിദേശയാത്ര നടത്താൻ തൻ്റെ വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉപയോഗിക്കുകയും ചെയ്തതായി പോലീസ് പറയുന്നു. അയാൾ ജൈവശാസ്ത്രപരമായി ട്രാൻസ്ജെൻഡർ ആണോ അതോ കണ്ടെത്തൽ ഒഴിവാക്കാൻ ഐഡന്റിറ്റി ഉപയോഗിച്ചോ എന്ന് നിർണ്ണയിക്കാൻ അധികാരികൾ ഇപ്പോൾ അയാളുടെ ലിംഗഭേദം വൈദ്യശാസ്ത്രപരമായി പരിശോധിച്ചു വരികയാണ്. മഹാരാഷ്ട്രയിലെ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി പ്രവർത്തനങ്ങളിൽ കലാം ഉൾപ്പെട്ടിരുന്നതായി അന്വേഷണങ്ങൾ സൂചിപ്പിക്കുന്നു. ഇത് വിശാലമായ ഒരു ശൃംഖലയെക്കുറിച്ച് സംശയം ഉയർത്തുന്നു. മറ്റു സമുദായ അംഗങ്ങൾ അറിഞ്ഞോ അറിയാതെയോ വഞ്ചനയെ പിന്തുണച്ചിട്ടുണ്ടോ എന്ന് പോലീസ് ചോദ്യം ചെയ്യുകയാണ്. കലാമിന് വ്യാജരേഖകൾ നേടാൻ സഹായിച്ചതായി ആരോപിക്കപ്പെടുന്ന 2 പ്രാദേശിക യുവാക്കൾ ചോദ്യം ചെയ്യലിലാണ്. കൂടാതെ ഈ കേസിൽ നിയമവിരുദ്ധ കുടിയേറ്റവും വ്യാജരേഖകളും ഉൾപ്പെടുന്ന ഒരു വലിയ റാക്കറ്റ് പുറത്തു വന്നേക്കാമെന്ന് അധികാരികൾ സംശയിക്കുന്നു. കലാമിൻ്റെ ഫോണിൽ നിന്നുള്ള കോൾ റെക്കോർഡുകളും ചാറ്റുകളും കൂടുതൽ സൂചനയ്ക്കായി പരിശോധിച്ചു വരികയാണ്. ഫോറിനേഴ്സ് ആക്ട് പ്രകാരം കലാമിനെ 30 ദിവസത്തേക്ക് തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അഡീഷണൽ DCP ശാലിനി ദീക്ഷിത് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു, അയാൾ കഴിഞ്ഞ 8-10 വർഷമായി ഭോപ്പാലിൽ താമസിക്കുന്നു. അതിനു മുമ്പ് അദ്ദേഹം മഹാരാഷ്ട്രയിലായിരുന്നു. ഒരു ഇൻഫോർമർ വഴി ഞങ്ങൾക്കൊരു സൂചന ലഭിച്ചു. തിരിച്ചറിയൽ പ്രക്രിയ ആരംഭിച്ചു. അതിനിടയിൽ അദ്ദേഹം ബംഗ്ലാദേശിലേക്കും പോയിട്ടുണ്ട്. ബന്ധപ്പെട്ട വകുപ്പുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുകയാണ്. നാടുകടത്തൽ നടപടികൾ ആരംഭിച്ചു. പക്ഷേ ഇന്ത്യയിലും വിദേശത്തുമുള്ള കലാമിൻ്റെ പ്രവർത്തനങ്ങൾ, നീക്കങ്ങൾ, ബന്ധങ്ങൾ എന്നിവയെക്കുറിച്ച് സമഗ്രമായി ഒരു അന്വേഷണവും നടത്തുന്നുണ്ട്. ഈ കേസ് നിയമപാലകരെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ദേശീയ സുരക്ഷയെക്കുറിച്ചും വ്യാജരേഖകൾ ഉപയോഗിച്ച് ഒരു വിദേശ പൗരന് വർഷങ്ങളോളം ഒരു പ്രധാന ഇന്ത്യൻ നഗരത്തിൽ തിരിച്ചറിയപ്പെടാതെ എങ്ങനെ ജീവിക്കാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ചും ഗുരുതരമായ ചോദ്യങ്ങളാണ് ഉയർത്തുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട കേസാണോ അതോ വലിയതും കൂടുതൽ ബന്ധപ്പെട്ടതുമായ ഒരു ശൃംഖലയുടെ ഭാഗമാണോ എന്നും നിർണ്ണയിക്കാൻ ഭോപ്പാൽ പോലീസും കേന്ദ്ര ഏജൻസികളും ചേർന്ന് അടിയന്തരമായി പ്രവർത്തിക്കുകയാണ്.